ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. നല്ല നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട്. ഇന്ന് കിട്ടിയ മാങ്ങകളാണ് കേട്ടോ അതൊക്കെ. കുറേ മാങ്ങകളുണ്ടായിരുന്നു. ഈ നാട്ടിൽ വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞാലും ആർക്കും മാങ്ങ വേണ്ട. എല്ലാ വീടുകളിലും മാങ്ങയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് തൈരാണ് കേട്ടോ. തൈര് വേണം നമുക്ക്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ചുവന്നുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് വേപ്പില, കുറച്ച് ജീരകം. പിന്നെ ഇതെന്താണെന്നല്ലേ ഇത് കേട്ടോ. ഇത് എന്താണെന്നറിയോ? കിലുകിലൂന്ന് കിലുങ്ങണം കേട്ടോ. ഇത് നമ്മുടെ പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. കാരണം ചില സമയത്ത് ഇവിടെ പച്ചമുളക് കുറേ ഉണ്ടാകും. ഇപ്പോഴാണെന്ന് വെച്ചാൽ പച്ചമുളക് ഇല്ലാത്ത സമയമാണ്. അപ്പം ഞാനിങ്ങനെ ഫ്രീസറിലിട്ട് എടുത്ത് വയ്ക്കും. ഇത് കണ്ടോ, നല്ല പച്ചമുളകായിട്ടിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒട്ടിപ്പോകത്തൊന്നുമില്ല കേട്ടോ, ഒന്നൊന്നായിട്ട് ഇങ്ങനെ കിടന്നോളും. അപ്പോൾ ഇതിൽ നിന്ന് 4-5 നമുക്ക് എടുക്കാം. പിന്നെ കുറച്ച് തേങ്ങ വേണം. ഒരു ഫുൾ തേങ്ങയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാങ്ങയുടെ തൊലി ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പച്ചമുളക് ഫ്രീസറിൽ വെച്ചത്. എന്തായിരുന്നാലും നല്ല ഒരു ഗുണമാണ് കേട്ടോ. നമുക്കെപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളക് ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഫ്രീസറിൽ വെച്ചത്. അപ്പോൾ ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ചെത്തിയെടുത്തു, ചിലതൊക്കെ തൊലി പൊളിച്ചെടുത്തു. അപ്പോൾ ഇത് എല്ലാം പലതരം മാങ്ങകളാണ് കേട്ടോ. നാടനും അല്ലാത്തതും ഒക്കെയായ മാങ്ങകളുണ്ട്. വലിയ മാങ്ങകൾ ഞാൻ മീൻ വരയുന്ന പോലെ ഒന്ന് വരഞ്ഞിട്ടിട്ടുണ്ട്, നന്നായി ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു കപ്പിൽ 1.5 കപ്പ് വെള്ളം ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. മാങ്ങയുടെ അളവനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ കറിയിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. മുളക് പൊടി ആവശ്യമുള്ളവർക്ക് ഇടാം. മുളക് പൊടി ഞങ്ങൾ ഇടാറില്ല. പച്ചമുളക് അരയ്ക്കുമ്പോൾ മുളക് പൊടി ഇടുമ്പോൾ കറിക്ക് വേറൊരു കളറായിരിക്കും. പച്ചമുളക് അരയ്ക്കുമ്പോൾ വേറൊരു കളറും വേറൊരു ടേസ്റ്റുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ഞങ്ങൾ ഇടാറില്ല. അത് ഇഷ്ടമുള്ളവർക്ക് ഇടാമല്ലോ. ചുവന്നുള്ളി 4 4 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് ജീരകം, പിന്നെ തേങ്ങ. ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. മാങ്ങ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ടിനി തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തേങ്ങ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. 1 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. കറിയിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരപ്പ് വെന്ത് വരുമ്പോഴേക്കും കറി കാച്ചാനായിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്.
എണ്ണ ചൂടായിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായി തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽ മുളക്, വേപ്പില ഇത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വറ്റൽ മുളക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി അല്പമൊന്ന് പാൻ തണുത്ത ശേഷം നമുക്ക് കുറച്ച് ചുവന്ന മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. ഒരല്പം ചൂട് കുറഞ്ഞ ശേഷം മാത്രമേ നമ്മളിത് ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കറി കത്തിപ്പോവും. ഈ മുളക് പൊടി കത്തിപ്പോവും. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഈ മുളക് കാച്ചിയത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. ഉപ്പും മുളകും ഒക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ശർക്കര ഞാൻ ഇട്ടിട്ടില്ല, കാരണം മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അതുകൊണ്ട് ശർക്കര ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ തൈര് ഉപയോഗിക്കാതെയും നമുക്ക് മാമ്പഴക്കറി ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. തൈര് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പുളിശ്ശേരി എന്നാണല്ലോ പറയുന്നത്. മാമ്പഴക്കറി നമുക്കുണ്ടാക്കണമെങ്കിൽ മാമ്പഴത്തിൻ്റെ കൂടെ ഒരു പച്ച മാങ്ങയും കൂടെ എടുത്തിട്ട് ആ പച്ചമാങ്ങ തേങ്ങയുടെ കൂടെ അരച്ച് ചേർത്താൽ മതി. അപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള പുളിയും മധുരവും ഉണ്ടാകും. അതും നല്ല ഒരു കറിയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ജാൻസീസ് ഹോം ടിപ്സിൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്.